പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് പ്രവർത്തിച്ചിരുന്ന മിൽമ KSRTC ഫുഡ് ട്രക്ക് പ്രവർത്തനം നിർത്തി. പുതിയ KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് കെട്ടിട നമ്പർ ലഭിക്കാതായതോടെയാണ് മിൽമയുടേതടക്കം സ്റ്റാൻഡ് പരിസരത്തെ 2 സ്റ്റാൾ പ്രവർത്തനം അവസാനിപ്പിച്ചത്. കെട്ടിട നമ്പർ ലഭിക്കാതായതോടെ ബസ് സ്റ്റാൻഡിന് സമീപം ഇത്തരത്തിലുള്ള സ്റ്റാളുകൾ പ്രവർത്തിപ്പിക്കേണ്ടതില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സ്റ്റാളുകളുടെ കരാർ കാലാവധി കഴിയുന്ന മുറയ്ക്ക് പ്രവർത്തനം നിർത്താനായിരുന്നു നിർദ്ദേശം. മിൽമ മലബാർ മേഖലാ യൂണിയനും KSRTCയും ചേർന്ന് 2021 ഒക്ടോബർ മാസത്തിലായിരുന്നു ഫുഡ് ട്രക്ക് ഒരുക്കിയത്. അന്നത്തെ നിയമസഭാ സ്പീക്കറായിരുന്ന MP രാജേഷായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. പഴയ KSRTC ബസ്സുകൾ മിൽമയ്ക്ക് നൽകി മിൽമ നവീകരിച്ച KSRTC ഡിപ്പോകളിൽ ഫുഡ് ട്രക്ക് സ്ഥാപിച്ച് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഫുഡ് ട്രക്കിൽ ലഭ്യമാക്കിയിരുന്നു. പദ്ധതി നടത്തിപ്പിലെ ദീർഘവീക്ഷണമില്ലായ്മയാണ് എല്ലാ പുതിയ സംരംഭങ്ങളും തുടങ്ങിയ ഉടനെ അടച്ചുപൂട്ടാൻ കാരണമെന്ന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി PK ബൈജു ആരോപിച്ചു. KSRTCയിൽ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ഈ ഷോപ്പ് ഓൺ വീൽ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് KSRTCയുടെ ഒരു ബസ് പൂർണ്ണമായിട്ടും അവർക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ച് കൊടുത്തിരുന്നതാണ്. അപ്പോൾ അതിന് വളരെ തുച്ഛമായ ഒരു വാടക, ഏകദേശം ഒരു 20,000-നുള്ളിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു വാടകയാണ് ഇത്രയും. അതായത് കണ്ണായ സ്ഥലത്ത് പാലക്കാട് ടൗണിൽ, പാലക്കാട് പോലെ ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള ടൗണുകളിലാണ് ഇത്തരത്തിലുള്ള KSRTC ബസ് സ്റ്റാൻഡുകളിൽ ഇത്തരത്തിൽ ഷോപ്പ് ഓൺ വീൽ മിൽമയ്ക്ക് കൊടുത്തത്. അത് തീർച്ചയായിട്ടും ഇത്രയും ചെറിയൊരു വാടകയ്ക്ക് ഇത്രയും ഭീമമായ ഒരു സ്ഥലം ഇത്തരത്തിലുള്ള ഷോപ്പുകൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് KSRTC ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അത് അന്ന് തന്നെ നമ്മൾ സൂചിപ്പിച്ചതുമാണ്. KST എംപ്ലോയീസ് സംഘം അന്ന് തന്നെ സൂചിപ്പിച്ച ഈ വിഷയം പക്ഷേ ഇപ്പോൾ പ്രവൃത്തി പദത്തിൽ വന്നിരിക്കുകയാണ്. ഇത് നഷ്ടമാണെന്നുള്ള രീതിയിലല്ല, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയതാണെന്നുള്ള രീതിയിൽ അത് മാറിപ്പോയിരിക്കുകയാണ്. ഒരു നാടിന്റെ വികസനത്തെക്കാൾ വ്യക്തികേന്ദ്രമായി വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്നും ബസ് സ്റ്റാൻഡിലെ മറ്റേതെങ്കിലും ഭാഗത്ത് മാറ്റിയിട്ട് പ്രവർത്തിക്കാമായിരുന്നിട്ടും അതിന് ശ്രമിക്കാതെ തുടക്കത്തിൽ ഇത് അടച്ചുപൂട്ടാനുള്ള തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കച്ചവട താൽപ്പര്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.